പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാകുന്നു. ഇറാനെ ലക്ഷ്യമാക്കി കനത്ത വ്യോമാക്രമണമാണ് US അഴിച്ചുവിടുന്നത്. ഇറാന്റെ 6 പ്രധാന നഗരങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളടക്കം പുറത്തു വന്നു. ബുഷേഹർ, ചബാഹർ, അതേപോലെ ജെസിക്, ഖൊറാൻ, അബു മുസ, ബന്ദർ അബ്ബാസ് എന്നീ നഗരങ്ങളിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളാണ് ഇവിടെ അമേരിക്കൻ സൈന്യം ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. 5 മണിക്കൂർ നീണ്ട സൈനിക ദൗത്യം ജൂലൈ 13 രാത്രി ഏകദേശം 10:15 അതായത് ഇന്ത്യൻ സമയം ജൂലൈ 14 രാവിലെ 7:45 പൂർത്തിയായതായാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള നീക്കത്തിന്റെ ആദ്യ പടിയായിട്ടാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. മാത്രമല്ല, കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമൈനിയുടെ ശവസംസ്കാര ചടങ്ങുകൾ അവസാനിക്കാൻ കാത്തിരിക്കുകയായിരുന്നു അമേരിക്ക, ഇറാനെ തകർത്ത് തരിപ്പണമാക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കാൻ. മാത്രമല്ല, ഹോർമുസിൽ ഇറാൻ യുദ്ധ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഹോർമുസ് കടക്കുന്ന കപ്പലുകളെ ഉടൻ തന്നെ കടലിൽ മുക്കുമെന്ന പ്രഖ്യാപനം നടത്തിയതായി വ്യക്തമാക്കുന്ന ചില വീഡിയോകൾ കഴിഞ്ഞ ദിവസം പങ്കുവച്ചുകൊണ്ട് ഒരു യുവാവ് രംഗത്ത് വരുന്നതും ഞെട്ടിക്കുന്ന സംഭവമായി മാറുകയാണ്. അതിന്റെ ഇടയിലാണ് ഇപ്പോൾ വീണ്ടും ഇറാന്റെ മുക്കും മൂലയും നോക്കി ശക്തമായ ആക്രമണം US നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, നൈനനിലെ സൈനിക താവളത്തിൽ നടന്ന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 7 പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ അടുത്തിടെ തന്നെ ഇറാനിൽ US നടത്തിയ ആക്രമണത്തിൽ മരിച്ചവരുടെ ആകെ എണ്ണം 2 തന്നെ ഉയർന്നു. ഇതിന് തൊട്ടു മുൻപ് ബന്ദർ അബ്ബാസ് തുറമുഖത്തെ അന്തർവാഹിനി കപ്പൽ പരിപാലന കേന്ദ്രത്തിന് നേരെ അമേരിക്കൻ സൈന്യം കടൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് അവിടെ കടുത്ത ആക്രമണം നടത്തിയതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. 3 കോൺസർ ഡ്രോണുകളാണ് ഈ നിർണായകമായ കപ്പൽശാല തകർക്കാൻ ഉപയോഗിച്ചതെന്നതാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ കടന്നുകയറ്റത്തിന് അങ്ങേയറ്റം ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചു. അമേരിക്ക അവരുടെ കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും തന്നെ പാലിക്കാൻ തയ്യാറാകുന്നതുവരെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള ഉഭയകക്ഷി ധാരണാപത്രം ഇറാൻ ഔദ്യോഗികമായി തന്നെ റദ്ദാക്കിയതായി ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗെ ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനിടെ വരും ദിവസങ്ങളിൽ ഇറാന്റെ പ്രധാന തുറമുഖങ്ങളിൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. ആഗോള വ്യാപാരത്തിന് തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ അമേരിക്ക ഉറപ്പാക്കുമെന്നും അവിടെ ഇനി യാത്ര ചെയ്യുന്ന വാണിജ്യ കപ്പലുകൾക്ക് 20% ട്രാൻസിറ്റ് ഫീ ഏർപ്പെടുത്തുമെന്നതാണ് ഇപ്പോൾ ട്രംപ് കടുത്ത ഭാഷയിൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നും ഹോർമുസ് കടക്കുന്ന ഏതൊരു കപ്പലിനെയും ആക്രമിച്ച് കടലിൽ തള്ളുമെന്ന പ്രഖ്യാപനം നടത്തുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇറാനെ ലക്ഷ്യമാക്കിക്കൊണ്ട് US ആകട്ടെ ശക്തമായ ആക്രമണം അവിടെ അഴിച്ചുവിടുന്നതായി തന്നെയുള്ള വിവരങ്ങൾ ഇവിടെ പുറത്തു വരികയും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രചരിക്കുകയും ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.